ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. എല്ലാവരും PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് പഠിക്കുന്ന തിരക്കിലാവും അല്ലേ? അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ള ഓവർസിയർ ലെവലിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ ബ്രിക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ, അതായത് ബിൽഡിംഗ് മെറ്റീരിയലിൽ ബ്രിക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The composition of good briquette is given. Which option is correctly matched? List 1 silica, alumina, lime, magnesium ഉണ്ട്. List 2 less than 1%, 2 to 5%, 20 to 30%, 50 to 60%. ഇതൊക്കെയാണ് ഓപ്ഷൻ. പിന്നെ അത് മാച്ച് ചെയ്തിട്ടുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ PSC എക്സാം സ്ഥിരമായിട്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആദ്യം ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഒന്നും അധികമായിട്ട് ചോദിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ട്രെൻഡ് മാറിയിട്ടുണ്ട്. SSC ഒക്കെ ചോദിക്കുന്ന പോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ഒക്കെ കൂടുതലായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോമ്പോസിഷൻ വരിക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്കറിയാം ബ്രിക്കിന്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്. സലീം എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് എല്ലാവരും അല്ലേ. അപ്പോൾ സിലിക്ക ഉണ്ട്. സിലിക്കയുടെ പെർസെൻറ്റേജ് 50 to 60% ആണ്. അതേപോലെ അലുമിന ഉണ്ട്. അലുമിന എന്ന് പറയുന്നത് സിലിക്കനേക്കാളും കുറച്ച് കുറവാണ്, 20 to 30% ആണ്. ഇനി ലൈം ഉണ്ട്. ലൈം നമ്മൾ നോട്ട് എക്സീഡിങ് 5% എന്നാണ് പറയാറ്, നോട്ട് എക്സീഡിങ് 5%. അതേപോലെ മഗ്നീഷ്യ ഉണ്ടാവും. മഗ്നീഷ്യ എന്ന് പറയുന്നത് 1 to 2% എന്നും പറയാറുണ്ട്. ചില ടെക്സ്റ്റ് ബുക്കിൽ അത് 2 to 4 കാണാറുണ്ട്. രണ്ടും ഓപ്ഷനിൽ വന്നാൽ നമ്മൾ 1 to 2% ആണ് എടുക്കേണ്ടത്. ഇനി ആരാണുള്ളത്? അയൺ ഓക്സൈഡ് ഉണ്ട്. അയൺ ഓക്സൈഡ് 5 to 6% ആണ്. ഇതാണല്ലോ കോമ്പോസിഷൻ. ഇനി നമുക്ക് ഇത് വെച്ച് കറക്റ്റായിട്ടൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ. എങ്ങനെ വരും? സിലിക്ക എന്ന് പറയുന്നത് 50 to 60% ആണ്. അലുമിന എന്ന് പറയുന്നത് 20 to 30% ആണ്. ലൈം നമ്മൾ ഏത് ചൂസ് ചെയ്യും? ലൈമിൻ്റെ പെർസെൻറ്റേജ് നോട്ട് എക്സീഡിങ് 5% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈം 2 to 5% എന്ന് എടുക്കാം. അതേപോലെ മഗ്നീഷ്യ 1 to 2 നമ്മൾ പറയും, 2 to 4% ഒരു റേഞ്ചിൽ അങ്ങനെ പറയും. ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ലെസ് ദാൻ 1% ചൂസ് ചെയ്യാം. ഏത് വരും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി വരില്ലേ? 1 for 4, 2 for 3. ലൈം എന്ന് പറയുന്നത് 2 ആയിട്ട് വരും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസ്റ്റിറ്റ്യൂവന്റ് ഇംപാർട്സ് ദ യൂണിഫോം ഷേപ്പ് ടു ദ ബ്രിക്ക്? അപ്പോൾ ബ്രിക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിക്കിൻ്റെ പെർസെൻറ്റേജ്, ഓരോ ബ്രിക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ പെർസെൻറ്റേജ്, അതിൻ്റെ ഫങ്ഷൻസ്, പിന്നെ എക്സസ് ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിഫോം ഷേപ്പ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലൈം, ഓപ്ഷൻ ബി അയൺ ഓക്സൈഡ്, ഓപ്ഷൻ സി സിലിക്ക, ഓപ്ഷൻ ഡി അലുമിന. അപ്പോൾ ഇതിൽ ആരാണ് യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത്? പറയൂ. യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത് സിലിക്കയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ ഫംഗ്ഷനും കൂടെ നോക്കിയാലോ. ആദ്യം നമുക്ക് സിലിക്കയുടെ കാര്യങ്ങൾ നോക്കാം. സിലിക്ക, നമ്മൾ സിലിക്കേനെ വേറൊരു പേരും കൂടെ പറയാറുണ്ടല്ലോ, അതും സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സിലിക്ക ഒരു ബ്രിക്കിലെ മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ്. മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് സിലിക്കയാണ്. അപ്പോൾ സിലിക്കയെ നമുക്ക് മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. അതേപോലെ തന്നെ യൂണിഫോം ഷേപ്പ് കൊടുക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സിലിക്കയാണ്. യൂണിഫോം ഷേപ്പ് ടു ബ്രിക്ക് കൊടുക്കുന്നത് സിലിക്കയാണ്. സിലിക്ക എക്സസ് ആയിട്ടുണ്ടെങ്കിൽ, ഇഫ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ബ്രിക്കിന് കൊഹിഷൻ ലോസ് ഉണ്ടാവും. ബ്രിക്കിന് കൊഹിഷൻ ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ബ്രിക്ക് എന്തായിട്ട് മാറും? വളരെ ബ്രിട്ടിലായിട്ട് മാറും. ബ്രിക്കിന് കൊഹിഷൻ കുറയും, അതുപോലെ ബ്രിക്ക് ബ്രിട്ടിലായിട്ട് മാറും. ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആരാണ്? സിലിക്ക കഴിഞ്ഞാൽ പിന്നെയുള്ളത് അലുമിനയാണ്. അലുമിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജർ ഇൻഗ്രീഡിയൻറ്റും, പിന്നെ നമ്മൾ പറയുന്ന ഒരാളുണ്ടല്ലോ, എന്താണ് മേജർ ഇൻഗ്രീഡിയൻറ്റ് പോലെ നമ്മൾ അലുമിനിയെ പറയാ ചീഫ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നാണ്. ചീഫ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി അലുമിന എന്താണ് കൊടുക്കുക? അലുമിന എന്ന് എവിടെ കണ്ടാലും എന്ത് ചെയ്യണം? ലഡു പൊട്ടണം. അലുമിന എവിടെ കണ്ടാലും പ്ലാസ്റ്റിസിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് പ്രൊവൈഡ്സ് പ്ലാസ്റ്റിസിറ്റി. ഇനി അലുമിന എക്സസ് ആയിട്ടുണ്ടെങ്കിൽ, ഇഫ് അലുമിന എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കേജും വാർപ്പിങ്ങും ഉണ്ടാകും. ഷ്രിങ്കേജ്
വാർപ്പിങ്ങും ഉണ്ടാകും. അപ്പോൾ രണ്ടാൾക്കാരെ പരിചയപ്പെട്ടല്ലോ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലൈമാണ്. ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിക്കേനെ ഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫ്ലക്സ് അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ലൈം ആക്ട് ആസ് എ ഫ്ലക്സ് ഫോർ ഫ്യൂസിങ് സിലിക്ക വിത്തിൻ കിൻ ടെമ്പറേച്ചർ. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും കിണ്ണിൽ 1730 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൊടുക്കില്ല. അതിനേക്കാളും താഴ്ന്നൊരു ചൂടാണ് കൊടുക്കാറ്. ആ ചൂടിൽ തന്നെ സിലിക്കേനെ ഫ്യൂസ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ലൈം. ഇനി ലൈം എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് മെൽറ്റ് ചെയ്യും. ബ്രിക്ക് വിൽ മെൽറ്റ്. ഓക്കെ. ഇനി അടുത്ത ആള് അയൺ ഓക്സൈഡ് ആണ്. ഇൻഗ്രീഡിയൻസ് ഓഫ് ബ്രിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അയൺ ഓക്സൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അയൺ ഓക്സൈഡ് എവിടെ കണ്ടാലും നമ്മൾ എന്താ എഴുതുക? കളർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? റെഡ് കളർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന അയൺ ഓക്സൈഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രാവശ്യം SSCക്ക് ഒരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിൽ അയൺ ഓക്സൈഡിന്റെ ഫംഗ്ഷൻ ആയിട്ട് കളർ കൊടുക്കുന്നതല്ല ഉണ്ടായിരുന്നത്, ഹാർഡ്നെസ് ആണ്. അപ്പോൾ ബ്രിക്കിന് ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യാനും അയൺ ഓക്സൈഡ് ഹെൽപ്പ് ചെയ്യും. ബ്രിക്കിന് ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യാൻ അയൺ ഓക്സൈഡ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കാം. റെഡ് കളർ കൊടുക്കും, അതേപോലെ തന്നെ ഹാർഡ്നെസ്സും പ്രൊവൈഡ് ചെയ്യും. ഇനി ഈ പറഞ്ഞ അയൺ ഓക്സൈഡ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ബ്രിക്ക് റെഡ് കളർ ആയിരിക്കില്ലല്ലോ. ബ്രിക്ക് ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ട് മാറും. ബ്ലാക്കിഷ് കളറായിട്ട് മാറും. ഇനി ഓപ്ഷനിൽ ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഡാർക്ക് ബ്ലൂ ആണ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മഗ്നീഷ്യ ആണ്. മഗ്നീഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല ചുവന്ന കളറല്ലല്ലോ, ചോര കളറല്ലല്ലോ, അതിന് ഒരു യെല്ലോ ടിൻറ്റ് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു യെല്ലോ ടിൻറ്റ് ബ്രിക്കിന് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് മഗ്നീഷ്യ. അപ്പോൾ എങ്ങനെ പറയാം? പ്രൊവൈഡ് യെല്ലോ ടിൻറ്റ് എന്ന് പറയാം. പ്രൊവൈഡ് യെല്ലോ ടിൻറ്റ് എന്ന് പറയാം. ഇനി ഇത് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ബ്രിക്കിന് ഡീകേ സംഭവിക്കും. ഡീകേ ഓഫ് ബ്രിക്ക് സംഭവിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻഗ്രീഡിയൻസിന്റെ പെർസെൻറ്റേജ് പഠിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ അതിന്റെ ഫംഗ്ഷൻസും പഠിച്ചു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The process of forming white patches in bricks while soaked in water for 24 hours is due to the presence of option A alumina, option B silica, option C undesirable alkalis, option D oxide of iron. അപ്പോൾ എന്തുകൊണ്ടാണ് വൈറ്റ് പാച്ചസ് ഉണ്ടാവുന്നത് ബ്രിക്കിൽ? 24 hours വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് പാച്ചസ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? എഫ്ലോറസെൻസ് എന്ന് പറയും. എഫ്ലോറസെൻസ് എന്ന് പറയും. ഇനി അതിന് കാരണം ആരാണ്? അൺഡിസൈറബിൾ ആൽക്കലീസ്. ആൽക്കലീസ് പ്രസന്റ് ആണെങ്കിലാണ് ഇതേപോലെയുള്ള വൈറ്റ് പാച്ചസ് പ്രസന്റ് ആവുന്നത്. ഇനി എഫ്ലോറസെൻസിന് ആൽക്കലീസ് മാത്രമാണോ കാരണം? എഫ്ലോറസെൻസിന് കോസ് ചെയ്യുന്നത് ആൽക്കലീസ് മാത്രമല്ല, കോസ്ഡ് ബൈ ആൽക്കലീസ് മാത്രമല്ല, വേറെ ആരൊക്കെയുണ്ട്? ആൽക്കലീസ് ഉണ്ട്, ജിപ്സം ഉണ്ട്, അതേപോലെ തന്നെ അയൺ പൈറൈറ്റ്സും ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാരൊക്കെയും എന്ത് കോസ് ചെയ്യും? എഫ്ലോറസെൻസ് കോസ് ചെയ്യും. ആൽക്കലീസ് മാത്രമല്ല എഫ്ലോറസെൻസ് കോസ് ചെയ്യുക, അയൺ പൈറൈറ്റ്സ് ഉണ്ടെങ്കിലും ജിപ്സം ഉണ്ടെങ്കിലും ഒക്കെ എഫ്ലോറസെൻസ് കോസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കട്ടെ, എഫ്ലോറസെൻസ് ആരാണ് കോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ ആൽക്കലീസ് ഉണ്ട്, ഓപ്ഷൻ ബി ജിപ്സം ഉണ്ട്, ഓപ്ഷൻ സി അയൺ പൈറൈറ്റ്സ് ഉണ്ട്, ഓപ്ഷൻ ഡി ഓൾ ദ എബോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾ ദ എബോ എടുക്കാം. ഇനി ഓൾ ദ എബോ ഇല്ലാതെയാണ് ഓപ്ഷൻ വന്നതെങ്കിൽ മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആൽക്കലീസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ. ഇനി എഫ്ലോറസെൻസിന്റെ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ എഫ്ലോറസെൻസ് എന്ന് വെച്ചാൽ വൈറ്റ് പാച്ചസ് ആണല്ലോ. ഈ വൈറ്റ് പാച്ചസ് ലെസ് ദാൻ 10% ആണെന്ന് വിചാരിക്കാം. നമ്മളൊരു ബ്രിക്ക് എടുത്തു, അതിലുണ്ടായിരിക്കുന്ന വൈറ്റ് പാച്ചസ് ലെസ് ദാൻ 10% ആണെങ്കിൽ നമ്മൾ അതിനെ സ്ലൈറ്റ് എഫ്ലോറസെൻസ് എന്ന് പറയും. സ്ലൈറ്റ് എഫ്ലോറസെൻസ് എന്ന് പറയും. 10 to 50% ആണെങ്കിൽ നമ്മൾ അതിനെ മോഡറേറ്റ് എഫ്ലോറസെൻസ് എന്ന് പറയും. മോഡറേറ്റ് എഫ്ലോറസെൻസ് എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 50% ആണെങ്കിൽ സിവിയർ എഫ്ലോറസെൻസ് എന്ന് പറയും. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ വൈറ്റ് പാച്ചസ് വരുന്നതിന് നമ്മൾ എഫ്ലോറസെൻസ് എന്ന് പറയും. എഫ്ലോറസെൻസിന് കാരണം, എഫ്ലോറസെൻസ് എങ്ങനെ ഉണ്ടാവുക? ആൽക്കലീസും ജിപ്സവും അയൺ പൈറൈറ്റ്സും ഒക്കെയാണ് എഫ്ലോറസെൻസിന് കാരണമാകുന്നത്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന എഫ്ലോറസെൻസ് എന്ന് വെച്ചാൽ വൈറ്റ് പാച്ചസ് ആണല്ലോ.
ഈ വൈറ്റ് പാച്ചസ് 10%-നേക്കാളും താഴെയുള്ളൂ എന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ സ്ലൈറ്റ് എഫ്ലോറസൻസ് എന്ന് പറയും. 10-50% ഉണ്ടെങ്കിൽ മോഡറേറ്റ് എഫ്ലോറസൻസ് എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 50% ആണെങ്കിൽ സിവിയർ എഫ്ലോറസൻസ് കാറ്റഗറിയിൽ നമ്മൾ പെടുത്തും. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര പ്രാവശ്യം ചോദിച്ചാലും പി എസ് സി പിന്നെയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് ഈസ് 19/9/9 centimeters, 20/10/10 centimeters, 20/10/10 centimeters, 19/19/9 centimeters. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? നമുക്ക് രണ്ട് സൈസുകളാണുള്ളത്. സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ 19 centimeters by 9 centimeters by 9 centimeters ആണ്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് വെച്ചാൽ ഒരു ബ്രിക്കിന് മോർട്ടാർ തിക്നെസ് കൂട്ടാതെയുള്ള സൈസാണ് സ്റ്റാൻഡേർഡ് സൈസ്. മോർട്ടാർ തിക്നെസ് കൂട്ടാതെ ഉള്ളതെന്ന് പറയുമ്പോൾ 19/9/9 centimeters ആണ് വരിക. ഇനി മോർട്ടാർ തിക്നെസ് കൂട്ടിയാൽ, മോർട്ടാർ തിക്നെസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോമിനൽ സൈസ് എന്ന് പറയും. നോമിനൽ സൈസ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബ്രിക്കിലേക്ക് മോർട്ടാർ തിക്നെസ് ആഡ് ചെയ്തിട്ട് പറയുന്ന സൈസാണ്. അത് നമ്മൾ സാധാരണ 1 centimeter ആണ് ആഡ് ഓൺ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 20 centimeter by 10 centimeters by 10 centimeters എന്ന് വരും. ഇനി ഇവിടെ നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെയൊക്കെ സെൻറ്റിമീറ്റേഴ്സിലാണ്. ഇനി ചിലപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ MM-ലാവാം അല്ലെങ്കിൽ മീറ്റേഴ്സിലാവാം. ഏത് യൂണിറ്റിലാണ് ചോദിക്കുന്നത് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ചില സമയത്ത് എന്ത് ചെയ്യും? 19/9/9 മീറ്റേഴ്സ് എന്നൊക്കെ തരും. അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുകയാണ്. 19/9/9 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ വേഗം പോയി ആ ഓപ്ഷൻ കുത്തും. പക്ഷേ യൂണിറ്റ് നോക്കില്ല. തിരിച്ചു വരുമ്പോഴാണ് അയ്യോ ഞെട്ടി മാമ കുട്ടി മാമ ക്വസ്റ്റ്യൻ മാറിപ്പോയി അല്ലെങ്കിൽ ആൻസർ മാറിപ്പോയി എന്ന് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. യൂണിറ്റ് നോക്കിയിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും? ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് സൈസ് ആണ് 19/9/9 എന്ന് പറയുന്ന ഓപ്ഷൻ എ വരും. ഇനി ശ്രദ്ധിക്കുക, 1-2 കാര്യങ്ങളും കൂടെ ബ്രിക്കിൻ്റെ നോക്കാം. ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് വെയിറ്റ് നമ്മൾ പറയുക 3 to 3.5 kilogram ആണ്. ഓക്കെ, 3 to 3.5 kilogram ആണ് സ്റ്റാൻഡേർഡ് വെയിറ്റ് ആയിട്ട് പറയുക. അതേപോലെ യൂണിറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഒരു മീറ്റർ ക്യൂബിൽ ഉണ്ടാകുന്ന വെയിറ്റ്. ഒരു മീറ്റർ ക്യൂബ് വോളിയത്തിൽ നമ്മൾ ബ്രിക്ക് അടുക്കി വെക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന വെയിറ്റ് ആണ് 18 kN/m³ ആണ് യൂണിറ്റ് വെയിറ്റ് ഓഫ് ബ്രിക്ക്. ഇനി അറിയേണ്ടത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു റേഞ്ച് ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. 1.8 to 2 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈസായി വെയിറ്റ് ഓർത്ത് വെക്കണം 3 to 3.5 kilogram. അതേപോലെ യൂണിറ്റ് വെയിറ്റ് 18 kN/m³ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി 1.8 to 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A temporary structure in which bricks are burned once at a time. Option A clam, option B kiln, option C cupola, option D blast furnace. ഏതാണ് ടെമ്പററി സ്ട്രക്ചർ ഫോർ ബേണിംഗ് ബ്രിക്സ്? ബ്രിക്സ് നമുക്ക് 2 ടൈപ്പിൽ ബേൺ ചെയ്യാം. അതിലൊന്നാണ് ടെമ്പററി ആയിട്ട് നമുക്ക് ബേൺ ചെയ്യാം, അല്ലെങ്കിൽ ക്വാളിറ്റി ഒക്കെ കൂട്ടി നമുക്ക് പെർമനൻറ്റ് സ്ട്രക്ചേഴ്സിൽ വെച്ചിട്ട് ബേൺ ചെയ്യാം. ടെമ്പററി ആയിട്ട് നമ്മൾ ബേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെമ്പററി സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഓപ്ഷൻ എ ക്ലാമ്പ് എന്ന് പറയും. ഓക്കെ, ക്ലാമ്പ് എന്ന് പറയും. അപ്പോൾ ക്ലാമ്പിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കിയാലോ. ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്ട്രക്ചറാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ടെമ്പററി സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ എപ്പോഴും ക്ലാമ്പ് നമ്മൾ പ്രിഫർ ചെയ്യുക സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനാണ്. ക്ലാമ്പ് നമ്മൾ പ്രിഫർ ചെയ്യുക സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഇനി കിന്നിലേക്ക് വന്നാലോ. കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് സ്ട്രക്ചറാണ്. ഡിഫറൻസ് ആണ് പറയുന്നത്. പെർമനൻറ്റ് സ്ട്രക്ചറാണ് കിന്ന്. കിന്നെന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആണോ നമ്മൾ ഉപയോഗിക്കുക? അല്ലല്ലോ. നമുക്ക് കിൻ എപ്പോഴും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കാരണം ഔട്ട്പുട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതാണ് അടുത്ത് അറിഞ്ഞു വെക്കേണ്ട പോയിന്റ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് മാത്രമാണോ? ക്ലാമ്പിൽ നമുക്ക് ടെമ്പറേച്ചർ ഒന്നും കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ടെമ്പറേച്ചർ ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കിന്നിൽ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ടെമ്പറേച്ചർ ക്യാൻ ബി കൺട്രോൾഡ്. ഇനി നമ്മൾ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ കിന്നിന് ഹൈ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നമുക്ക് കിട്ടുക.
അപ്പോൾ എന്തൊക്കെയാണ്? കിന്നെന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് സ്ട്രക്ചറാണ്. അത് മാത്രമല്ല ടെമ്പറേച്ചറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ക്ലാമ്പിൽ അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും ഇല്ല. ഇനി ഹൈ ക്വാളിറ്റി എവിടെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കിന്നെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക? ബേണിങ്ങിന് നമുക്ക് എയ്തർ ക്ലാമ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കിന്ന് ഉപയോഗിക്കാം. ഈ കിന്ന് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് കിന്നുമുണ്ട്, അതേപോലെ കണ്ടിന്യൂസ് കിന്നുമുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് കിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഇൻ്റർമിറ്റൻ്റ് ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ആയിരിക്കില്ല. കണ്ടിന്യൂസ് കിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അതായത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ലോഡ് ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് അൺലോഡ് ചെയ്ത് പുതിയ പുതിയ ബാച്ചസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇൻ്റർമിറ്റൻറ്റ് കിന്ന് രണ്ട് രീതിയിലുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് അപ്ഡ്രോട്ട് കിന്നുമുണ്ട്, അതേപോലെ തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഡൗൺ ഡ്രോട്ട് കിന്നുമുണ്ട്. കണ്ടിന്യൂസ് സ്കിന്നാണെങ്കിൽ മെയിനായിട്ട് 3 ടൈപ്പിലാണുള്ളത്. ഫസ്റ്റ് വൺ ഏതാണ്? ഹോഫ്മാൻ സ്കിൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എപ്പോഴും ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറുണ്ട്. ഹോഫ്മാൻ സ്കിൻ ഉണ്ട്. അതേപോലെ തന്നെ ഹോഫ്മാൻ ഉണ്ടെങ്കിൽ ബുൾ സ്ട്രെഞ്ച് സ്കിൻ ഉണ്ട്. അതേപോലെ ടണൽ കിന്നുണ്ട്. 3 ടൈപ്പിലാണുള്ളത്. ഇവിടെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചു വരുന്നത് ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണെന്നാണ്. ഇന്ത്യയിൽ കോമൺ ആയിട്ട് ബുൾ സ്ട്രെഞ്ച് സ്കിന്നാണ് ഉപയോഗിച്ച് വരുന്നത്. വേൾഡ് വൈഡായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോഫ്മാൻ സ്കിന്നാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ ബേണിങ്ങിന് നമുക്ക് ക്ലാമ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ കിന്ന് ഉപയോഗിക്കാം. ക്ലാമ്പ് ആണെങ്കിലും കിന്നാണെങ്കിലും ഉള്ള വ്യത്യാസങ്ങൾ നമ്മൾ പറഞ്ഞു. ക്ലാമ്പിൽ കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും, അതേപോലെ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷനേ പറ്റുള്ളൂ. ഇനി കിന്നിലേക്ക് വരുമ്പോൾ, കിന്നെന്ന് വെച്ചാൽ ലാർജ് ഓവൻസ് ആണ്. ഈ കിന്നിന് നമുക്ക് മെയിനായിട്ട് 2 കാറ്റഗറി ആക്കാം. ഇൻ്റർമിറ്റൻറ്റ് കിന്നുണ്ട്, കണ്ടിന്യൂസ് കിന്നുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് കിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേണിംഗ് ഓപ്പറേഷൻസ് ഇൻ്റർമിറ്റൻ്റ് ആയിരിക്കും. അത് 2 ടൈപ്പിലുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് അപ്ഡ്രോട്ട് കിന്നാവാം, ഇൻ്റർമിറ്റൻറ്റ് ഡൗൺ ഡ്രോട്ട് കിന്നാവാം. അതേപോലെ തന്നെ കണ്ടിന്യൂസ് കിൻ എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഈ കിന്നിനെ നമുക്ക് 3 ടൈപ്പിൽ പറയാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ ഹോഫ്മാൻ സ്കിന്നാണ്. അതിൻ്റെ പ്രത്യേകത അത് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു വരുന്നു. ഇനി ബുൾ സ്ട്രെഞ്ച് സ്കിൻ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കിന്നാണ്. പിന്നെ ബുൾ സ്ട്രെഞ്ച് സ്കിന്ന് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറാണ്. ലാസ്റ്റ് വൺ ടണൽ കിന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ ആണോ? ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 5 ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെട്ടത്. പക്ഷേ 5 ക്വസ്റ്റ്യനും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യനിൽ ബാക്കിയുള്ള ഓപ്ഷനൊക്കെ ലിങ്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക. അടുത്തൊരു സെഷനിൽ കാണുന്നത് വരെ താങ്ക് യു.